നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബപ്പെ PSG വിട്ടത്. ഫ്രീ ഏജന്റായിക്കൊണ്ട് അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എംബപ്പെ ഇങ്ങനെ ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിട്ടത് സാമ്പത്തികപരമായും അല്ലാതെയും PSG വല്ലാതെ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വലിയ ദേഷ്യം PSG അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാലറി ഇതുവരെ PSG നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2 മാസത്തെ സാലറിയും ബോണസും അടക്കം ഏകദേശം 80 മില്യൺ യൂറോയോളം PSG എന്ന ക്ലബിൽ നിന്നും കിലിയൻ എംബപ്പക്ക് ലഭിക്കാനുണ്ട്. എന്നാൽ ഇത് നൽകാൻ PSG ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യത്തിൽ താരത്തിന്റെ മാതാവായ ഫൈസ ലമാരി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വേണ്ടി വന്നാൽ PSG തങ്ങൾ കേസ് നൽകാൻ റെഡിയാണ് എന്നാണ് കിലിയൻ എംബപ്പയുടെ മാതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സാലറിയുടെ കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്, പക്ഷെ വളരെ വേഗത്തിൽ PSG അത് പരിഹരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം PSG ഓർമ്മകൾ എപ്പോഴും പോസിറ്റീവായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ക്ലബിനെതിരെ പരാതി നൽകും. 2 വർഷം മുന്നേ ഒപ്പുവെച്ച കോൺട്രാക്റ്റിനെ അവർ റെസ്പെക്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതാണ് കിലിയൻ എംബപ്പയുടെ മാതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. PSG ലഭിച്ചിരുന്ന സാലറിയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സാലറിയാണ് കിലിയൻ എംബപ്പയ്ക്ക് റയലിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഓഫറുകളൊക്കെ നിരസിച്ചുകൊണ്ട് താൻ റയലിനെ തിരഞ്ഞെടുത്തത് അത് ആഗ്രഹത്തിന്റെ പുറത്താണ് എന്നുള്ള കാര്യം കിലിയൻ എംബപ്പെ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.